ജിന്നയെ കാട്ടിപ്പേടിപ്പിക്കാൻ കഴിയില്ല. ജിന്ന ഇവിടെ യഥാർത്ഥ ചരിത്രം പറയുക അയാൾ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളല്ലേ. അംബാസിഡർ ഓഫ് ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നല്ല ജിന്നയെ പറ്റി പറഞ്ഞത്. ഇതാരാ പറഞ്ഞത്? ലീഗാറല്ല, ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞത്. അതേ പേരിൽ ഒരു പുസ്തകം ഇത് സരോജിനി നായിഡു, സരോജിനി കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിലെ ഈ പുസ്തകം ജിന്നയെപ്പറ്റി. അങ്ങനത്തെ ആളെപ്പറ്റി പേടിപ്പിക്കുക. ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ ജിന്ന ഉണ്ടാക്കിയതല്ലേ. അയാളെ വസ്യത്തിൽ എഴുതി വെച്ച് അയാളുടെ സ്വത്തുക്കളെ 3-1 ബോംബെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനാണ്, കറാച്ചി യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനല്ല. പിരിഞ്ഞതിന് ശേഷവും പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷമാണ് ജിന്നിൻ്റെ വസ്യത്ത് വരുന്നത്. ആ വസ്യത്തിൽ പറഞ്ഞ സ്വത്തിൻ്റെ 3-1 ബോംബെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഈ വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇപ്പോഴും ലീഗിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൈ കഴുകാൻ സാധിക്കാത്തൊരു സാഹചര്യം. അതല്ലേ, അത് ചരിത്രത്തിൻ്റെ അനിവാര്യതകളിൽ ഒന്നായിരുന്നു വിഭജനം. ഇപ്പോൾ ഈയിടെ ഫാത്തിമ തഹ്ലീനെ പറ്റി ആരോ പറഞ്ഞു മുസ്ലിം ലീഗിലെ ആദ്യത്തെ വനിതാ. ഞാൻ പറഞ്ഞല്ല, മദ്രാസ് സംസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന് 29 അംഗങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ ബീഗം അമീറുദ്ദീൻ എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു. അവരേത് നവാബ് കുടുംബത്തേറ്റാണെന്ന് തോന്നുന്നു. അന്ന് തമിഴ്നാട് സംസ്ഥാനത്തിൽ MA പാസ്സായ ഒരേ ഒരു മുസ്ലിം സ്ത്രീ അവരായിരുന്നു. ഞാൻ പറഞ്ഞു, ഏത് പുസ്തകമാണ്? നിങ്ങളെ പുസ്തകം എന്ത് പുസ്തകം? ഞാൻ അറിയാം, ഉണ്ടല്ലോ, നോക്കി നമുക്കിങ്ങനെ കൂമ്പാരമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് പുസ്തകം. ചരിത്രത്തിൻ്റെ ചർച്ചയിൽ MC വളരാന്ന് പ്രിൻ്റ് ചെയ്ത് അറിഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ഞാൻ അതിശയം, എനിക്ക് രോഷവും സന്തോഷവും ഒരു ഗന്ധകാരണകം എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയല്ലേ.